ഹായ് ഫ്രണ്ട്സ്, വിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഒരു വീട് വാങ്ങാനായതിൻ്റെ ഒരു 5 ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു വീട് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഓരോന്നോരോരാളുടെ ചർച്ച ചെയ്യാം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുഴുവനായും അടച്ചു തീർത്ത ഒരു എമർജൻസി ഫണ്ടാണ്. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് എല്ലായിടത്തും പറയുന്നത് എമർജൻസി ഫണ്ടിനെ കുറിച്ച്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസം നമ്മുടെ ചിലവ് എത്രയാണെന്ന് നോക്കുക. ആ മൊത്തം ചിലവ് നമ്മൾ കൂട്ടുക ഇൻറ്റു 6, അതായത് 6 മാസത്തേക്കാണ് നമ്മൾ എമർജൻസി ഫണ്ട് നോക്കുന്നത്. ഇപ്പം 20,000 രൂപയാണെങ്കിൽ നമ്മുടെ ഒരു മാസത്തെ ചിലവെങ്കിൽ 6 മാസം വരുമ്പോൾ 1,20,000 രൂപ വരും. അത് നമ്മുടെ ഒരു എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യുക. മിനിമം 6 മാസത്തേക്ക് വേണം, മാക്സിമം ഒരു വർഷത്തേക്കാണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും. സോ മുഴുവനായും അടച്ചു തീർത്ത ഒരു എമർജൻസി ഫണ്ടാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് 5 വർഷമെങ്കിലും ആ വാങ്ങുന്ന വീട്ടിൽ താമസിക്കാനുള്ള ഉറപ്പ് വേണം. ബിക്കോസ് നമ്മൾ ഈ വീട് മേടിച്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോകുക എല്ലാം ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കും. അപ്പം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 5 വർഷങ്ങളും നമ്മൾ വാങ്ങുന്ന വീട്ടിൽ നിൽക്കാനുള്ള ഒരു ഉറപ്പ് വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്ഥിര വരുമാനം വേണം. ഈ സ്ഥിര വരുമാനം നമുക്ക് EMI ആയിട്ട് എടുക്കുന്ന ഹൗസിംഗ് ലോൺ നമുക്ക് അടച്ചു തീർക്കാനുള്ള വരുമാനമാണ്. സോ നമ്മൾ ആ സ്ഥിര വരുമാനം മാക്സിമം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണെങ്കിലും എന്താണെങ്കിലും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 20% ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള കഴിവാണ്. നമ്മളൊരു 10 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ വീട് പണിക്കുക എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് ആ 20% നമ്മൾ അടയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും. ബിക്കോസ് നമുക്ക് അത്രയും കുറഞ്ഞ പൈസ നമുക്ക് പലിശയ്ക്ക് എടുത്താൽ മതിയാവും. അപ്പം നാലാമത്തെ ഘടകം ഇതാണ്, 20% ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള കഴിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റത്തെ സംഭവം EMI അല്ലെങ്കിൽ ലോൺ ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് നമുക്ക് ഈ ഒരു EMI അല്ലെങ്കിൽ ലോൺ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു തുകയായിരിക്കും. അതൊരു ലോങ് പീരീഡിലേക്കും ആയിരിക്കും. സോ നമുക്ക് വേറെ EMI അല്ലെങ്കിൽ ലോൺ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ബാധിക്കുന്നതാണ്. സോ നമ്മൾ EMI അല്ലെങ്കിൽ ലോൺസ് ഇത് കൂടാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു വീട് വാങ്ങിക്കാൻ പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.